ആ അനുഭവത്തിൽ അവർ പറയുന്നത് അവർക്ക് ക്യാൻസർ വന്നു, അവർ മരിച്ച് അവർ പരലോകത്ത് പോയി. പരലോകത്തിൽ ചെന്നതിന് ശേഷം ദൈവം പറയുന്നു, നീ തിരിച്ചു പോകണം, നിനക്ക് തിരിച്ചു ചെന്നിട്ട് ചെയ്യാൻ പല കാര്യങ്ങളുമുണ്ട്. അപ്പോൾ ഈ മരിച്ച് പരലോകത്ത് ചെല്ലുമ്പോൾ അവരവരുടെ അച്ഛനെയും കാണും. ആ അച്ഛനും പറയും, നീ തിരിച്ചു പോകണം ഇനി ഇവിടെ. അപ്പോൾ അവർക്ക് ഈ പരലോകത്തിൽ എത്തി കഴിയുമ്പോൾ വളരെ സന്തോഷം, അച്ഛനെല്ലാം കണ്ടു അവരുടെ കൂടെ കഴിയണമെന്നാണ് ആഗ്രഹമെങ്കിലും അവർ പറയില്ല തിരിച്ചു പോകണം എന്ന് പറയും. അങ്ങനെ ഈ അനിത മൂർജാനി എന്നാണ് അവരുടെ പേര്. അവർ തിരിച്ച് ബോഡിയിൽ വന്ന് കയറിയിട്ട് അപ്പം ഡോക്ടർമാരെല്ലാം മരിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞ് എഴുതി ക്ലോസാക്കിയ കേസാണ്. ഇവരുടെ ഇത് ഇന്നും ജീവിച്ചിരിക്കുന്നൊരു സ്ത്രീയാണ്. അവരുടെ അനുഭവം അവർ BBC ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അവരുടെ ഒരു ടെഡ് ടോക്കുണ്ട്. അതുകൊണ്ട് ഇതിലേതിലും വേണമെങ്കിൽ പോയി എൻ്റെ സത്യാവസ്ഥ നിങ്ങൾക്ക് തന്നെ സ്വയം അറിയാവുന്നൊരു കാര്യമാണ്. നിങ്ങൾക്ക് എൻ്റെ വിനീതമായ നമസ്കാരം. ഒരു പുതിയ വിഷയമാണ് നമ്മളിന്ന് കൈകാര്യം ചെയ്യാൻ പോകുന്നത്. ദയവായി ശ്രദ്ധിച്ച് കേൾക്കുക. ആദ്യം ചിലപ്പം വിരസമായിട്ട് തോന്നിയാലും പൂർണ്ണമായിട്ട് കേൾക്കുമ്പോഴാണ് അതിൻ്റെ ഗഹനത മനസ്സിലാക്കാൻ കഴിയുക. എനിക്ക് വളരെ സാധാരണമായിട്ട് തോന്നുന്ന ഒരു കാര്യമാണ് എനിക്കൊരു ആത്മാവുണ്ട് എന്നുള്ളത്. എന്നാൽ പലർക്കും നിങ്ങളും ആത്മാവിൽ വിശ്വസിക്കുന്നു എന്ന മട്ടിൽ പ്രതികരിക്കാറുണ്ട്. അപ്പോൾ വളരെയേറെ പഠനങ്ങൾ നടന്നിട്ടുള്ള ഒരു ഫീൽഡാണ് ഈ ആത്മാവുണ്ടോ ഇല്ലേ എന്നുള്ളത്. അതിൽ ഏറ്റവും നല്ല ഒരു എക്സാമ്പിളായിട്ട് പഠനം എന്ന് പറയുന്നത് നിയർ ഡെത്ത് എക്സ്പീരിയൻസസ് ആണ്. അതായത് മരണത്തിന് അടുത്തുപോയി തിരിച്ചു വന്നവരുടെ ജീവിതകഥകൾ. ഇത് കുറേ കൂടുതൽ പഠിച്ചിട്ട് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു വിഷയം അവതരിപ്പിച്ചത് ജർമ്മനിയിലുള്ള ഒരു ഡോക്ടറാണ്, ലേഡി ഡോക്ടർ എലിസബത്ത് മാക്സ് ക്യൂബ്ലർ എന്നാണ് അവരുടെ പേര്. അവരുടെ അടുത്ത് ഇതുപോലെ അതായത് കോമായിൽ പോയിട്ട് തിരിച്ചു വന്ന പലരും ഇങ്ങനെയുള്ള എക്സ്പീരിയൻസ് പറഞ്ഞപ്പം അവരത് കൂടുതൽ പഠിച്ചിട്ട് എഴുതിയ പുസ്തകമാണ് ലൈഫ് ആഫ്റ്റർ ഡെത്ത് എന്ന് പറഞ്ഞ പുസ്തകം. ഈ പുസ്തകം വളരെയേറെ പ്രസിദ്ധമായി. അങ്ങനെ അമേരിക്കയിലെ ഒരു ഡോക്ടർ റെയ്മണ്ട് മൂഡി ഈ പുസ്തകം വായിക്കാനിടയായി. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു വിദ്യാർത്ഥി ഇതുപോലെ ഒരു എക്സ്പീരിയൻസ് ഉള്ള ആളായിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ തീരുമാനിക്കും, നമുക്കും ഇതിനെപ്പറ്റി ഒരു പഠനം നടത്തിയാലോ എന്ന് വിചാരിക്കും. അങ്ങനെ അവരുടെ പഠനം നടത്തി പ്രസിദ്ധീകരിച്ച ബുക്കാണ് ലൈഫ് ആഫ്റ്റർ ലൈഫ്. ആ പുസ്തകം വളരെയേറെ പ്രസിദ്ധമായി. അപ്പോൾ അതിൽ പറയുന്നത് ഇതാണ്. അപ്പോൾ ഈ റെയ്മണ്ട് മൂഡി അവിടെ അവർ ഹൃദയ ശസ്ത്രക്രിയ നടക്കുന്നൊരു ആശുപത്രിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ഹൃദയശ്രീ വരുന്നതിന് ആൾക്കാർ പലരും ഈ ഒരു ഡെത്ത് എക്സ്പീരിയൻസിൽ പോയിട്ട് തിരിച്ചു വന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരെടുത്ത് ഇദ്ദേഹം പോയി രഹസ്യമായിട്ട് ചോദിക്കുമ്പോൾ നിങ്ങളിങ്ങനെ ഒരു അനുഭവം ഉണ്ടായോ എന്ന് പറഞ്ഞാൽ, അവിടെ എന്തെന്ന് സാധാരണ ഇങ്ങനൊരു അനുഭവം ഉണ്ടെന്ന് ഏതെങ്കിലും രോഗി പറഞ്ഞു കഴിഞ്ഞാൽ ഇവന് മാനസികമായ അസുഖം ഉണ്ടെന്ന് പറഞ്ഞ് ഡോക്ടർമാർ സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്ത് റെഫർ ചെയ്യുകയാണ് പതിവ്. അപ്പോൾ ഇദ്ദേഹം ഈ പഠനം നടത്തിയിട്ട് പറഞ്ഞു, ഇത് അങ്ങനെയുള്ള മാനസിക പ്രശ്നങ്ങളൊന്നുമല്ല, ഇത് സാധാരണ മരിക്കാൻ പോകുന്ന ഒരാൾക്കുണ്ടാകുന്ന അനുഭവം തന്നെയാണ്. പക്ഷെ അതിലും ആത്മാവുണ്ടോ ഇല്ലെന്നൊന്നും അവർ പഠിക്കാൻ പോയില്ല. അവർ പറയുന്നത് ഇത് ഇങ്ങനെ, അതായത് ആ കാണുന്ന എക്സ്പീരിയൻസ് എന്താണെന്ന് പറഞ്ഞാൽ മരിച്ച ഉടനെ അവർ സ്വന്തം ശരീരം തന്നെ ബെഡിൽ കിടക്കുന്നെല്ലാം കാണും. അത് കഴിഞ്ഞിട്ട് ഈ അദ്ദേഹത്തിൻ്റെ ആ സൂക്ഷ്മ ശരീരം, നമുക്ക് സൂക്ഷ്മ ശരീരം എന്ന് പറയുമ്പോൾ എളുപ്പമുണ്ട്, ഒരു ബ്ലാക്ക് ടണലിൽ കൂടെ യാത്ര ചെയ്ത് വെളിച്ചത്തിലെത്തും. ഈ വെളിച്ചത്തിലെത്തുമ്പോൾ ആ വെളിച്ചത്തിന് അവരുടെ മേ ബി മതത്തിനനുസരിച്ച് ഞാൻ കൃഷ്ണനെ കണ്ടെന്നോ, ഞാൻ ജീസസിനെ കണ്ടെന്നോ, ഇല്ലെങ്കിൽ ചിലരാണെങ്കിൽ ഞാൻ ദൈവത്തിനെ കണ്ടു എന്ന് പറയാറുണ്ട്. ഇത് അപ്പം ദൈവം ചോദിക്കും അത്രേ, നിങ്ങൾ എന്താണ് ജീവിതത്തിൽ ചെയ്തതെന്ന്. ആ സമയത്തിന് തന്നെ നമ്മൾ കംപ്ലീറ്റ് ലൈഫ് അതുവരെ ജീവിച്ചിരുന്നത്, ആ ജീവിതം മുഴുവൻ നമുക്ക് നമ്മുടെ മുമ്പിൽ കാണാൻ കഴിയും. അപ്പം ദൈവം ചോദിക്കുന്നത് അതല്ല, നിങ്ങളെങ്ങനെ ജീവിച്ചു എന്നുള്ളതല്ല, നിങ്ങളുടെ ജീവിതത്തിനുള്ള സമീപനം എന്തായിരുന്നു, നിങ്ങൾ ബാക്കിയുള്ളവരോട് എങ്ങനെയാണ് പെരുമാറുക, അങ്ങനെയുള്ളൊരു ചോദ്യമാണ് ആ ചോദിക്കുന്നതെന്ന് മനസ്സിലാവും. ഇതാണ് സാധാരണ നിയർ ഡെത്ത് എക്സ്പീരിയൻസിൽ എല്ലാവർക്കും അനുഭവപ്പെട്ടിട്ടുള്ളത്. ഇത് കോമൺ ആണ്, എല്ലാവർക്കും ഉണ്ട്. അതിൽ കേൾക്കാനുള്ള കഴിവുണ്ട്, കാണാനുള്ള കഴിവുണ്ട്, ബാക്കിയൊരു കഴിവില്ല. അതാണ് സൂക്ഷ്മ ശരീരത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ പഠനം കഴിഞ്ഞതിന് ശേഷം തന്നെ അമേരിക്കയിലുള്ള വേറെ ഒരു ഡോക്ടർ, അദ്ദേഹം കാർഡിയോളജിസ്റ്റാണ്, അപ്പം ഈ ബുക്ക് വായിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് ആദ്യം വിശ്വസിക്കണമെന്നോ വിശ്വസിക്കാതിരിക്കണോ എന്ന് തീരുമാനിച്ചില്ല.
പക്ഷേ വായിച്ചതും കൊണ്ട് അദ്ദേഹം പിന്നെ ഒരു പള്ളിയിൽ പോകും. അപ്പോൾ അന്ന് അവിടുത്തെ ഉണ്ടായിരുന്ന പ്രീസ്റ്റ് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് സംസാരിക്കാൻ പറയും. അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് പുള്ളി ഇങ്ങനെ ഇതൊക്കെയാണ് എക്സ്പീരിയൻസ് എന്ന് പറയും. എന്നിട്ട് പുള്ളി അവസാനം ചുമ്മാ ഒരു ഇതിന് പറഞ്ഞു, ഇങ്ങനത്തെ അനുഭവം ഉണ്ടായ ആരെങ്കിലും ഈ പള്ളിയിലുണ്ടെങ്കിൽ ദയവായി പിന്നെ കുർബാന കഴിയുമ്പോൾ എന്നെ വന്ന് കാണുക എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു 4-5 പേര് ഇദ്ദേഹത്തിനെ കാണാൻ വന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര ഇൻട്രസ്റ്റായി. അപ്പോൾ ഇത് വെറും പിന്നെ പൊള്ളവാക്കല്ല, എന്തോ ഒരു കാര്യമുണ്ടോ എന്ന് പുള്ളിക്ക് മനസ്സിലായിട്ട് പുള്ളി അതിനുശേഷം വളരെ സയൻറ്റിഫിക്കായിട്ട് കുറച്ച് ശാസ്ത്രീയമായിട്ട് ഒരു അടിത്തറയോടുകൂടി ഈ പഠനം നടത്തും. സെയിം ഫൈൻഡിങ്സ് ആണ്, പക്ഷേ അഡീഷണലായിട്ട് പുള്ളി പറയുന്നത്, അതായത് സോള് പോയി തിരിച്ചു വന്നു എന്നുള്ള വിധത്തിലാണല്ലോ പറയുന്നത്. പുള്ളി പറയുന്നത് ഇത് വളരെ സത്യമായിട്ടുള്ള ഒരു അനുഭവമാണ്. ഈ അനുഭവം ഒരാൾ നിങ്ങളെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വെറുതെ ചുമ്മാതെ ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് റെഫർ ചെയ്യേണ്ട കാര്യമില്ല. ഇത് സാധാരണ ഈ കോമയിൽ പോകുന്ന ഒരാൾക്കുണ്ടാകുന്ന ഒരു അനുഭവം തന്നെയാണ് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ പഠനം അവസാനിക്കുന്നത്. എക്സ്പീരിയൻസ് ഓഫ് ഡെത്ത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ആ ബുക്കിൻ്റെ പേര്. മൈക്കൽ സാബം എന്നാണ് ആ ഡോക്ടറുടെ പേര്. അപ്പോൾ ഈ പഠനം കുറച്ച് ഗഹനമായിരുന്നു, അത് വളരെ അക്സെപ്റ്റബിളായി. ഇതിന് ശേഷം പല പഠനങ്ങളും നടന്നിട്ടുണ്ട്. അതേപോലെ തന്നെ വളരെ ഓരോ വ്യക്തികളുടെ അനുഭവങ്ങൾ ബുക്കുകളായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതലുള്ള ബുക്ക് ഈ റേമണ്ട് മൂണിയുടെ സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞ ജോർജ് റിച്ചി, അത് വേറൊരു എലിസബത്ത് എന്ന് പറഞ്ഞൊരു ലേഡിയാണത് എഡിറ്റ് ചെയ്ത് പ്രസിദ്ധീകരിച്ചത്. പിന്നെ ഉള്ളൊരു ഗഹനമായിട്ടൊരു ബുക്കെന്ന് പറഞ്ഞാൽ ബെറ്റി ജെ ഈഡ എന്ന് പറയുന്നൊരു സ്ത്രീയുടെ എംബ്രേസ്ഡ് ബൈ ലൈറ്റ് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. അതായത് വളരെ അവർ ഈ പരലോകത്ത് വളരെ കുറച്ച് കൂടുതൽ നേരം താമസിച്ചിട്ട് പല കാര്യങ്ങളും കൂടുതലായിട്ട് കണ്ടുപിടിച്ചിട്ട് പിന്നെ പറഞ്ഞിട്ടുള്ളൊരു സ്ത്രീയാണ്. എന്നിട്ട് പിന്നെ എന്നിട്ട് ശ്രദ്ധയിൽപ്പെട്ട ഒരു ഗഹനമായ പഠനം എന്ന് പറയുന്നത് ബിയോണ്ട് കോൺഷ്യസ്നസ് എന്ന് പറഞ്ഞിട്ട് പിം ഫോൺ ലോമൽ എന്ന് പറഞ്ഞൊരു ഫ്രഞ്ച് ഡോക്ടറുടെ കഥയാണ്. ഈ ഫ്രഞ്ച് ഡോക്ടറും വളരെ മുമ്പ് തന്നെ ഈ സബ്ജക്റ്റുമായിട്ട് അടുത്തിരുന്നു. പക്ഷേ എങ്ങനെയോ അദ്ദേഹത്തിന് അതത്ര ഇൻട്രസ്റ്റ് തോന്നുന്നത് അത് വിട്ടിരുന്നു. അതിനുശേഷം പിന്നെ വന്നിട്ട് അദ്ദേഹം ഒന്നും കൂടെ ഗഹനമായിട്ട് പഠിച്ച് എഴുതിയ പുസ്തകമാണ് ബിയോണ്ട് കോൺഷ്യസ്നസ് എന്നുള്ള പിം ഫോൺ ലോമൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഈ പുസ്തകത്തിൽ ആദ്യമായിട്ട് സോൾ അല്ലെങ്കിൽ ആത്മാവ് ഉണ്ട് എന്ന് പുള്ളി തറപ്പിച്ച് പറയുകയാണ്. അത് പറയുന്നതോടൊപ്പം തന്നെ ആ ബുക്കിനകത്ത് 300 കൂടുതൽ റെഫറൻസ് മെറ്റീരിയൽ പുള്ളി കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ഹിന്ദു സ്ക്രിപ്റ്റേഴ്സും കൊടുത്തിട്ടുണ്ട്, മോഡേൺ മെഡിസിനിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള പേപ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്, സയൻറ്റിഫിക് പേപ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വളരെ ഗഹനമായ ഒരു സ്റ്റഡിയാണ് ബിയോണ്ട് കോൺഷ്യസ്നസ്. അപ്പോൾ അതും നല്ലൊരു സ്റ്റഡിയാണ്. പിന്നെ ലേറ്റസ്റ്റായിട്ട് എനിക്ക് പറയാനുള്ളത് മലേഷ്യയിൽ വളർന്ന ഒരു ഇന്ത്യൻ സ്ത്രീയുടെ അനുഭവമാണ്. ആ അനുഭവത്തിൽ അവർ പറയുന്നത് അവർക്ക് ക്യാൻസർ വന്നു, അവർ മരിച്ച് അവർ പരലോകത്ത് പോയി. പരലോകത്തിൽ ചെന്നതിന് ശേഷം ദൈവം പറയുന്നു, നീ തിരിച്ചു പോകണം, നിനക്ക് തിരിച്ചു ചെന്നിട്ട് ചെയ്യാൻ പല കാര്യങ്ങളുമുണ്ട്. അപ്പോൾ ഈ മരിച്ച് പരലോകത്ത് ചെല്ലുമ്പോൾ അവരവരുടെ അച്ഛനെയും കാണും. ആ അച്ഛനും പറയും നീ തിരിച്ചു പോകണം ഇനി ഇവിടെ. അപ്പോൾ അവർക്ക് ഈ പരലോകത്തിൽ എത്തി കഴിയുമ്പോൾ വളരെ സന്തോഷം, അച്ഛനെല്ലാം കണ്ടു അവരുടെ കൂടെ കഴിയണം എന്നാണ് ആഗ്രഹമെങ്കിലും അവർ പറയില്ല തിരിച്ചു പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ ഈ അനിത മുർജാനി എന്നാണ് അവരുടെ പേര്. അവർ തിരിച്ച് ബോഡിയിൽ വന്ന് കയറിയിട്ട് അപ്പം ഡോക്ടർമാരെല്ലാം മരിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞ് എഴുതി ക്ലോസാക്കിയ കേസാണ്. ഇവരുടെ ഇത് ഇന്നും ജീവിച്ചിരിക്കുന്നൊരു സ്ത്രീയാണ്. അവരുടെ അനുഭവം അവർ BBC ഒരു വീഡിയോയിൽ പിന്നെ പറഞ്ഞിട്ടുണ്ട്. അവരുടെ ഒരു ടെഡ് ടോക്കുണ്ട്. അതുകൊണ്ട് ഇതിലേതിലും വേണമെങ്കിൽ പോയി എൻ്റെ സത്യാവസ്ഥ നിങ്ങൾക്ക് തന്നെ സ്വയം അറിയാവുന്നൊരു കാര്യമാണ്. പിന്നെ അനിതയെപ്പറ്റി പറയുന്നത്, അനിതയുടെ പിന്നൊരു അവരുടെ ഗഹനമായ അനുഭവം എന്ന് പറയുന്നത് അവർ തിരിച്ചു വന്നതിന് ശേഷം ക്യാൻസർ പിന്നെ കയറി കംപ്ലീറ്റായിട്ട് നശിച്ചു പോയ ഒരു ശരീരത്തിന് അവരവരുടെ ആത്മീയ ശക്തി കൊണ്ട് പൂർണ്ണമായിട്ടും റീക്രിയേറ്റ് ചെയ്തു എന്നുള്ളതാണ്. കംപ്ലീറ്റ് പൂർണ്ണ ആരോഗ്യത്തോടുകൂടി അവർ തിരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഏറ്റവും ആദ്യത്തെ ആത്മാവ് ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിയിക്കപ്പെടുന്നതിൻ്റെ ഉള്ള ഏറ്റവും വലിയ തെളിവായിട്ട് ഞാൻ ഇന്ന് കരുതുന്നത്. നിയർ ഡെത്ത് എക്സ്പീരിയൻസ് അങ്ങനൊരു ഫീൽഡാണ്. ഒരു ബുക്കല്ല, ഒരുപാട് പുസ്തകങ്ങൾ ഇന്ന് അവൈലബിൾ ആണ് ഈ നിയർ ഡെത്ത് എക്സ്പീരിയൻസിൻ്റെ കേസിൽ. അതായത് അതിൽ ഏറ്റവും ഗഹനമായി ഞാൻ കണ്ട ബുക്ക് ഇതാണ്. അതായത് പിം ഫോൺ ലോമലിൻ്റെ ബിയോണ്ട് കോൺഷ്യസ്നസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഇത് കഴിഞ്ഞിട്ട് ഈ ആത്മാവ് ഉണ്ടെന്നുള്ളതിന് ഒരുപാട് പിന്നെ തെളിവുകളുണ്ട്. അത് രണ്ടാമത്തെ തെളിവായിട്ട് ഞാൻ പറയുന്നത് ജീന സെർബിനാറ എന്ന് പറയുന്ന സ്ത്രീയുടെ PhD തീസിസാണ്.
അവരത് പിന്നെ പഠിച്ചത് പാരാസൈക്കോളജിയിൽ ഉള്ള ബുക്കാണ്. അവരതിനെപ്പറ്റി പഠിക്കാൻ ഉപയോഗിച്ചത് എഡ്ഗാർ കേസി എന്ന് പറഞ്ഞിട്ടൊരു പിന്നെ അതായത് അമാനുഷിക ശക്തിയുള്ളൊരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ ഹിപ്നോട്ടൈസ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സൂക്ഷ്മതലങ്ങളിലേക്ക് പോയിട്ട് ഓരോ കാര്യങ്ങൾ പറയാൻ പറ്റും. അതിൽ പ്രധാനമായിട്ടും അവർ ചെയ്തുകൊണ്ടിരുന്നത് ഹിപ്നോട്ടൈസ് ചെയ്തിട്ട് ഒരാൾക്കൊരു അസുഖമുണ്ട്. അപ്പം എഡ്ഗാർ കേസി പറയും ഇന്ന കാര്യം കൊണ്ടാണ് ഈ അസുഖമുള്ളത്, അതിന് പിന്നെ നിങ്ങളുടെ സ്വഭാവം മാറ്റിയാൽ മതി, നല്ലവനായാലും ഈ അസുഖം മാറും, അപ്പോൾ കൂടുതൽ ആൾക്കാരോട് കരുണ കാണിക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആളുകളുടെ അസുഖം മാറും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു ദിവസം പുള്ളി പെട്ടെന്ന് പറയും കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങളിങ്ങനെ ചെയ്തു, അതുകൊണ്ടാണ് ഈ ജന്മത്തിൽ ഇങ്ങനെ അനുഭവിക്കുന്നത്. അപ്പോൾ ഈ ഹിപ്നോട്ടൈസ് സ്റ്റേഡിയം തിരിച്ചു നട്ടപ്പോൾ ഈ ഹിപ്നോട്ടൈസ് ചെയ്യുന്ന ആൾ പറയും നമ്മൾ ഈ പുനർജന്മത്തിലും പൂർവ്വജന്മത്തിലും ഒന്നും വിശ്വസിക്കാത്തവരല്ലേ, അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ പിന്നെയും ഈ കഴിഞ്ഞ ജന്മത്തിൽ എന്ന് പറഞ്ഞുള്ളൂ. അപ്പം പറഞ്ഞാൽ എന്താ, നമുക്ക് നീ എന്നെ ഇനി ഹിപ്നോട്ടൈസ് ചെയ്യുക, എന്നിട്ട് ഹിപ്നോട്ടിക് സ്റ്റേറ്റിൽ നീ എന്നെ ചോദിക്കുക ഇനി എന്തുകൊണ്ടാണിത് പറഞ്ഞത്. അങ്ങനെ അവർ പിന്നെ ഹിപ്നോട്ടൈസ് ചോദിക്കുമ്പോൾ ഈ എഡ്ഗാർ കേസി പറയും ബൈബിളിൽ തന്നെ ഇഷ്ടംപോലെ കേസുകളുണ്ട്. ജീസസ് ക്രൈസ്റ്റ് മുൻ ജന്മത്തിൽ എലീസ ആയിരുന്നു, ജോൺ ദ ബാപ്റ്റിസ്റ്റ് ഇതിൻ്റെ മുമ്പിലത്തെ ജന്മത്തിൽ എലീജ ആയിരുന്നു. അപ്പം അത് വെച്ചിട്ട് തന്നെ പൂർവ്വജന്മങ്ങളുണ്ടെന്നുള്ള വിശേഷമാണ്. പിന്നെ ഈ ബൈബിളിൽ തന്നെ പറയുന്നുണ്ട് ഇൻ മൈ ഫാദർ ദർ ആർ മെനി മാൻഷൻസ്, ഇൻ മൈ ഫാദേഴ്സ് ഹെവൻ ദർ ആർ മെനി മാൻഷൻസ്. ഈ മെനി മാൻഷൻസ് എന്ന് പറയുന്നത് നിങ്ങൾ എടുക്കുന്ന ഓരോ ശരീരത്തിനാണ്, നിങ്ങളുടെ ആത്മാവിൻ്റെ കുടികൊള്ളുന്ന ശരീരമാണ് എൻ്റെ ഈ മെനി മാൻഷൻ എന്ന് പറഞ്ഞ് ഉദ്ദേശിച്ചതെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഈ മെനി മാൻഷൻസിനുള്ള വേറൊരു ഗുണം എന്താണെന്ന് പറഞ്ഞാൽ ഈ മുൻജന്മത്തിൽ നിന്ന് ഈ ജന്മത്തിലുണ്ടായ ഫലത്തിനെ പറ്റി പറയുന്നത് കൊണ്ട് അങ്ങനത്തെ ഒരു 10,000 റീഡിങ്സ് എന്നവർ പറയുക, റീഡിങ്സ് ഉണ്ടായിരുന്നു. അതിനെ കെയർഫുള്ളായി വളരെ ഗഹനമായിട്ട് സ്റ്റഡി ചെയ്ത് പഠിച്ച് എഴുതിയ പുസ്തകമാണ് അവരുടെ PhD തീസിസ്. അപ്പോൾ ആ PhD തീസിസിൽ പറയുന്ന കാര്യത്തിന് ഒരു സയൻറ്റിഫിക് ബാക്ക്ഗ്രൗണ്ട് എന്തായാലും ഉണ്ട്, ഒരു PhD എടുത്ത സാധനമാണ്, ബുക്കല്ലേ. അപ്പം അത് ഇന്നിപ്പം ഒരു മനുഷ്യന് ഈ കർമ്മഫലത്തിനെ പറ്റി വ്യക്തമായിട്ടൊരു ധാരണ ഉണ്ടാകാനായിട്ട് ഇത് നല്ലൊരു പുസ്തകമാണ്. പറഞ്ഞാൽ ആത്മാവ് കഴിഞ്ഞ ജന്മത്തിൽ എന്ത് ചെയ്തു അതിനനുസരിച്ചാണ് ഈ ജന്മത്തിൽ പിന്നെ ഫലം കണ്ടെത്തുന്നത്. ഇപ്പോൾ ഒരു ജീനിയസായിട്ട് ജനിച്ച ഒരാൾ പല മുൻജന്മങ്ങളിൽ ആ വിഷയത്തിൽ ഗഹനത നേടിയ ഒരാളാണ് ഈ ജന്മത്തിൽ ജീനിയസായിട്ട് ജനിക്കുന്നത്. ഒരു മ്യൂസിക് ജീനിയസ് എന്ന് പറഞ്ഞാൽ അയാൾ പല ജന്മങ്ങളിലും ഭയങ്കരമായിട്ട് ഗഹനതലത്തിൽ പിന്നെ സംഗീതം അഭ്യസിച്ച ഒരാളായിരിക്കണം. അപ്പോൾ ഇല്ലാതെ ഒരാൾക്ക് ഒരു ഭാഗ്യം കൊണ്ട് ഒരാളൊന്നും ആകുന്നില്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രിൻസിപ്പിളായിട്ട് മനസ്സിലാക്കുന്നത്. എല്ലാ അനുഭവങ്ങളും നിങ്ങൾക്കുണ്ടാകുക നിങ്ങൾ അതിനായിട്ടുള്ളൊരു പ്രവൃത്തി ചെയ്തതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ഇത് രണ്ടാമത്തെ തെളിവാണ്. ഈ എഡ്ഗാർ കേസിയുടെ മെനി മാൻഷൻസ് എന്ന് പറയുന്ന ബുക്ക്, ജീന സെർമിനറാണ് എൻ്റെ ഓതർ. അത് കഴിഞ്ഞിട്ടുള്ളതെന്ന് പറയുന്നത് പിന്നെ സ്റ്റഡി ഓഫ് റീഇൻകാർണേഷൻ, പുനർജന്മത്തിനെ പറ്റിയുള്ള പഠനങ്ങൾ. അത് ഏറ്റവും കൂടുതൽ പഠനം നടത്തിയുള്ള ഇയാൻ സ്റ്റീവൻസ് എന്ന് പറഞ്ഞൊരു ഡോക്ടറാണ്. അദ്ദേഹത്തിൻ്റെ ബുക്ക് ഉണ്ട്, പക്ഷേ അതിൽ വില കൂടിയ ബുക്കായതുകൊണ്ട് ഞാൻ സ്വയം വായിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻറ്റ് ഹാർഡ് ടോസ് ഒന്നും ഞാൻ ചെറിയ ആ ബുക്കിന് അത് പിന്നെ സ്റ്റഡീസ് ഓൺ ഇൻകാർണേഷൻ നമ്മൾ പിന്നെ ഫ്ലിപ്കാർട്ടിൽ പോയി സെർച്ച് ചെയ്താൽ ഈ ബുക്കുകളെല്ലാം കിട്ടും. അപ്പോൾ അതിനകത്ത് പിന്നെ ഒരു കുട്ടി ജനിക്കുമ്പോൾ ഒരുപാട് പ്രായമാകുന്നതിന് മുമ്പ് ഇതെൻ്റെ വീടല്ല, എൻ്റെ അച്ഛൻ നിങ്ങളല്ല, എനിക്ക് എൻ്റെ അച്ഛൻ വേറെയുണ്ട് എന്ന് കുട്ടികൾ പറഞ്ഞു തുടങ്ങുന്നതല്ല. അല്ലെങ്കിൽ എൻ്റെ വീട്ടിൻ്റെ മുമ്പ് ഒരു കടലുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അത് തള്ളിക്കളയാതെ ചിലരെന്ത് പറഞ്ഞാൽ ആ കുട്ടിയുടെ നിന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചിട്ട് ആ സ്ഥലത്തിൻ്റെ പേര് പറയാൻ പറയും. അങ്ങനെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ഥലത്ത് തന്നെ പോയിട്ട് അന്വേഷിച്ച് ഈ കുട്ടി പറഞ്ഞതെല്ലാം ശരിയാണെന്ന് കണ്ടുപിടിക്കും. അപ്പോൾ ശരിയാണെന്ന് കണ്ടുപിടിക്കുമ്പം മുൻജന്മത്തിൽ അവിടെ ജീവിച്ചിരുന്നതില്ല, എന്നിട്ട് ഈ കുട്ടിയെ കൊണ്ട് അവിടെ പോകും. ആ കുട്ടി അവിടെ ചെല്ലുമ്പം കഴിഞ്ഞ ജന്മത്തിൽ അച്ഛനെയും അമ്മയും കഴിഞ്ഞ ജന്മത്തിൽ ഭാര്യയും ഭർത്താവിനെയും എല്ലാം തിരിച്ചറിയും. അപ്പോൾ അങ്ങനെയുള്ള ഒരു പിന്നെ പഠനമാണ് ഈ റീഇൻകാർണേഷൻ സ്റ്റഡീസിൽ കൂടെ കൂടുതൽ ഉണ്ടായിട്ടുള്ളത്. ഇതെല്ലാം ഡയറക്റ്റ് പഠനങ്ങളാണ്. ഇനിയുള്ള ഒരു പഠനമെന്ന് പറയുന്നത് ചില ആൾക്കാർക്ക് പരലോകത്തിലുള്ളവരുമായിട്ട് സംസാരിക്കാനുള്ള കഴിവുണ്ട്. മനസ്സിലായി? അവരെ മീഡിയംസ് എന്നാണ് പറയുക. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഒരു ഇത് എന്ന് പറഞ്ഞാൽ നമ്മുടെ വളരെ പ്രസിദ്ധനായ മാർക്സിസ്റ്റ് മന്ത്രിയായിരുന്ന VR കൃഷ്ണയ്യർ, അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചതിന് ശേഷം
ഇതുപോലെ ഒരാൾ പറയും ചെന്നൈയിലൊരു മീഡിയം ഉണ്ട്, നമുക്ക് അവിടെ പോയിട്ട് സംസാരിക്കാൻ പറ്റും. അദ്ദേഹം ഭാര്യയായിട്ട് സംസാരിക്കും. ഭാര്യയായിട്ട് സംസാരിച്ചിട്ട് അതിനെപ്പറ്റി എഴുതിയിട്ടുണ്ട്. ഇത് കുറേ കാലം കഴിഞ്ഞിട്ട് ഭാര്യ അദ്ദേഹത്തിനെ വീണ്ടും വിളിച്ചിട്ട് പറയും, ഞാൻ ഇനി ഒരു കുട്ടിയായിട്ട് ജനിക്കാൻ പോവാണ്, അതുകൊണ്ട് ഇനി വിളിച്ചാൽ കിട്ടത്തില്ല എന്ന് പറയും. ആ അനുഭവങ്ങളും അതിനുശേഷം അദ്ദേഹം ഈ പുനർജന്മത്തെ പറ്റി പഠിച്ച പുസ്തകങ്ങളും എല്ലാം ഗഹനമായിട്ട് ഒരു സിമ്പിൾ ബുക്കായിട്ട് എഴുതിയതാണ് മരണാനന്തര ജീവിതം എന്ന് പറഞ്ഞിട്ട്. ഇപ്പോഴും അവൈലബിൾ ആയിരിക്കണം. അദ്ദേഹം മരിച്ചിട്ട് അധികം കാലം ആയില്ലല്ലോ, അതുകൊണ്ട് ചിലപ്പോൾ DC ആണത് പബ്ലിഷ് ചെയ്തത്, അതുകൊണ്ട് എളുപ്പമാണ്. VR കൃഷ്ണയുടെ മരണാനന്തര ജീവിതം. ഞാൻ ഈ പറഞ്ഞ ബുക്കുകളെല്ലാം മിക്കവാറും VR കൃഷ്ണയറും പിന്നെ റെഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഒരു കാര്യം. പിന്നെ ഈ ഓജ ബോർഡെന്ന് പറഞ്ഞ ഒരു പുതിയ സമ്പ്രദായമുണ്ട്. ആ ബോർഡ് വെച്ചിട്ടാണ് പരലോകവുമായിട്ട് സംസാരിക്കുന്നത്. അപ്പം ഇത് വളരെ ഗഹനമായിട്ടൊരു പുസ്തകം എന്ന് പറയുന്നത് ലോ ഓഫ് ദ സ്പിരിറ്റ് വേൾഡ് എന്ന് പറഞ്ഞിട്ട് ഖുർഷിദ് ഭാവ്നാഗിരി എന്ന് പറയുന്ന സ്ത്രീയുടെ പുസ്തകമാണ്. അവരുടെ 2 മക്കൾ ഈ മോട്ടോർ കാർ റേസിങ്ങിന് പോകുന്നവരായിരുന്നു. അപ്പോൾ ഒരു കാർ റേസ് വരുന്നതിന് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഇവർ പോയിട്ട് എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ, ആക്സിഡൻ്റ് ഉണ്ടായി 2 പേരും ഓൺ ദ സ്പോട്ട് മരിച്ചു പോകും. ഈ അമ്മയ്ക്ക് ഭയങ്കര സങ്കടമാകും. എടാ, എനിക്ക് ഇത്രയും പ്രായമായി 2 മക്കളെ ഒരുമിച്ച് ദൈവം എടുത്തു കളഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട് അവരെങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ഒരു സ്ത്രീ വന്നിട്ട് പറയും, ഇങ്ങനൊരു മീഡിയമുണ്ട്, നിങ്ങളുടെ മക്കൾ ആ മീഡിയത്തിൻ്റെ പറഞ്ഞ് എൻ്റെ അമ്മകളെ കണ്ടുപിടിച്ചിട്ട് അമ്മയോട്ടൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. അതുകൊണ്ട് അവർ 2 പേരും കൂടെ ഈ മീഡിയത്തിൻ്റെ അടുത്ത് പോയിട്ട് ഈ ഭാവനാഗിരി മക്കളുമായിട്ട് സംസാരിക്കും. അപ്പം മക്കളുമായിട്ട് സംസാരിച്ചിട്ട് മക്കൾ പറയും, അമ്മ പിന്നെ വിഷമിക്കേണ്ട, നല്ലൊരു കാര്യത്തിനായിട്ടാണ് ഞങ്ങൾ 2 പേരും മരിച്ചത്, ഞങ്ങളിവിടെ സന്തോഷമാണ് എന്നൊക്കെ പറഞ്ഞ് അതിനുശേഷം അവർ പറയും, ഇവിടുത്തെ നിയമങ്ങളെപ്പറ്റി അമ്മയ്ക്ക് പറഞ്ഞു തരാനായിട്ട് ഇവിടുത്തെ ഹൈ സോൾസ്, അതായത് ഉയർന്ന ആത്മാക്കൾ എനിക്ക് സമ്മതം തന്നിട്ടുണ്ട്. അതുകൊണ്ട് അമ്മ റെഡി ആയിട്ടിരിക്കുകയാണെങ്കിൽ ഓജ ബോർഡോ അതിനുശേഷം അവർക്ക് ഡയറക്റ്റായിട്ട് എന്നെ സംസാരിക്കാനുള്ള കഴിവുണ്ടായെന്ന് തോന്നുന്നു. അങ്ങനെ എഴുതിയ പുസ്തകമാണ് ലോ ഓഫ് ദി സ്പിരിറ്റ് വേൾഡ്. ലോ ഓഫ് ദി സ്പിരിറ്റ് വേൾഡ് ബൈ ഖുർഷിദ് ഭാവ്നാഗിരി. ഒരു നല്ലൊരു പുസ്തകമാണ്. ഈ കർമ്മഫലങ്ങളെ പറ്റിയുള്ള കാര്യങ്ങളും അതിനകത്ത് വളരെ വ്യക്തമായിട്ട് കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ഈ അടുത്ത് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ, എൻ്റെ ഒരു കസിനുണ്ട് ബോംബെയിൽ. കസിൻ്റെ മകൻ ഇതുപോലെ ആക്സിഡൻറ്റിൽ മരിച്ചുപോയി കഴിഞ്ഞപ്പം ആ ആത്മാവ് എൻ്റെ ഈ ചേച്ചിയുടെ അടുത്ത് വന്ന് പെർമിഷൻ ചോദിച്ചിട്ടാണ് പോകുന്നത്. ഇത് എന്നിട്ട് പിന്നെ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞത് വേറൊരു ഇതുപോലൊരു മീഡിയമാണ്, അവർക്കറിയാവുന്നൊരു മീഡിയം. ഇതിൽ നിന്നെല്ലാം നമുക്ക് പ്രധാനമായിട്ടും മനസ്സിലാകുന്നത്, നമുക്കൊരു ആത്മാവുണ്ട്, നമ്മൾ ഈ ശരീരമല്ല, ഈ ശരീരം കുറച്ച് നാളത്തേക്കേ ഉള്ളൂ. അതുകൊണ്ട് ശരീരത്തിന് വേണ്ടി നമ്മൾ ഒരുപാട് അധ്വാനിക്കേണ്ട യാതൊരു കാര്യമില്ല. ഇത് എപ്പോഴും വിട്ടിട്ട് ഏത് നിമിഷവും നമുക്ക് വിട്ടിട്ട് പോകാവുന്നൊരു സ്ഥാനമാണ് നമ്മുടെ. അത് നമുക്ക് സ്ഥായിയായിട്ടുള്ളത് നമ്മുടെ ആത്മാവാണ്. ഇപ്പം നമ്മൾ ഒരു വിധത്തിൽ നോക്കുകയാണെങ്കിൽ, നമ്മൾ ജനിച്ച നാൾ തൊട്ട് ഈ വയസ്സാകുന്നത് വരെ എൻ്റെ അടുത്ത് ആരെന്ന് ചോദിച്ചാൽ ഞാൻ എൻ്റെ പേര് പറയും. എന്താ അപ്പോൾ ആ പേര് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ശരീരമാണോ ആത്മാവാണോ എന്ന് പറഞ്ഞാൽ ശരീരം മാറിക്കൊണ്ടിരിക്കുകയാണ്, അതിനെപ്പറ്റി നിങ്ങൾ പേര് മാറ്റിയില്ല. അപ്പം ഞാൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആത്മാവിനെ തന്നെയാണ് എന്നുള്ളതാണ് എൻ്റെ സത്യം എന്നാണ് പറയുക. അപ്പോൾ ഇത്രയും പിന്നെ വസ്തുതാപരമായ പിന്നെ തെളിവുകളെന്ന് തന്നെ പറയാം, തെളിവുകളുണ്ട്, ആത്മാവുണ്ടെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. പിന്നെ നമ്മൾ ധ്യാനിച്ച് ഡീപ്പർ സൂക്ഷ്മ തലങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ആത്മാവായിട്ട് നമുക്ക് അറിയാനും കഴിയും. അത് വളരെ വ്യക്തമായിട്ട് നമുക്കറിയാൻ കഴിയും. അപ്പോൾ ഇത്രയാണ് എനിക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത്. ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്നതിന് ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുന്നു. താങ്ക് യു.